അവന് പ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചിലപ്പോ എനിക്കും തോന്നും നല്ല അസല് ഭ്രാന്താണെന്ന്. അല്ലെങ്കിൽ ലോകത്ത് ആരെങ്കിലും ഈ പണി ചെയ്യൂ. പറയാൻ വന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാസ് സലീം, ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള റിയാസ് സലീം, നമ്മുടെ രാജ്യം കടന്നു പോകുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇവൻ രാജ്യത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും. സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. ഒരു കയ്യബദ്ധം ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ രാജ്യത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു പോസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു പോസ്റ്റ് അത്യാവശ്യം എത്തേണ്ട ആൾക്കാരുടെ ഇടയിലോട്ട് എത്തിയിട്ടുണ്ട്. നിന്റെ പേരിൽ നല്ലൊരു കേസ് വരുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. പണി വരുന്നുണ്ടവറാച്ച. ഇവന്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ആക്ടിവിറ്റി കണ്ടിട്ട് ഒരു സ്ത്രീ ഇവനെതിരെ കൊണ്ട് ആദ്യം സൈബർ സെല്ലിൽ കേസ് കൊടുത്തു. ഉറക്കം വരുന്നു. അതിനുശേഷം അത് പോരാന്ന് അവർക്ക് തോന്നിയപ്പം അവര് ഡയറക്റ്റ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് ഇമെയിൽ അയച്ചു. നിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിന്റെ ലിങ്ക് അടക്കം നീ അതിനകത്തിട്ട സ്ക്രീൻഷോട്ട് അടക്കം വെച്ചിട്ടാണ് അവർ ആ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തത്. There is a random straight man on the internet who's flexing his muscles like he's holding up the entire civilization. ഇവനെ പോലുള്ള നാറികൾ ഇവിടെ വന്നിട്ട് ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തോ വലിയ അപരാധം ചെയ്തു എന്നുള്ള തരത്തിലാണ് ഇവൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുരുട്ടി കൂട്ടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അത് മതി. അവന്റെ പത്തി ഒരു കാര്യത്തിൽ ഇന്ത്യ ഏതെങ്കിലും ഒരു ചെറിയ ഒരുത്തം വന്നിട്ട് ഈ ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടപടി എടുക്കും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മാത്യു സാമുവൽ എന്ന് പറയുന്ന അവന്റെ യൂട്യൂബ് അക്കൗണ്ട് അടിച്ചു കളഞ്ഞു. ഇവരെ ശരിക്ക് ചെയ്യേണ്ടത് ഇതൊന്നുമല്ല. മുളകും കുറച്ച് മഞ്ഞപ്പൊടിയും മസാലയൊക്കെ ചേർത്ത് തിളക്കുന്ന എണ്ണയിൽ വറുത്ത് കോരി പേപ്പട്ടികൾക്ക് ഇട്ട് കൊടുക്കണം. അവറ്റ ചത്തോളും. വന്നിട്ട് നമ്മുടെ ഫൈറ്റർ ജെറ്റ് അവന്മാർ അടിച്ചിട്ടെന്നുള്ള ഫേക്ക് ന്യൂസ് അവൻ വന്ന് വെരിഫൈ ചെയ്യുന്ന പോലെയാണ് അവൻ കൊടുത്തേക്കുന്നത്. കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ട ഓൾറെഡി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസ് ഒന്നും സ്പ്രെഡ് ചെയ്യരുതെന്ന്. ഇങ്ങനെ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്ത സാമുവൽ മാത്യു എന്ന് പറഞ്ഞ ഒരു നാറി ഉണ്ടായിരുന്നു. അവന്റെ അക്കൗണ്ട് അടിച്ചു പൂട്ടി. ഇന്ത്യയിൽ ഇപ്പോൾ സാധനം അവൈലബിൾ അല്ല. ഇവനെയൊക്കെ പുളിവാറ് കൊണ്ട് അടിക്കണം. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. എന്തായാലും അണ്ണാക്കി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിനക്ക് ഉടനെ കിട്ടും. നീ പേടിക്കണ്ട, നീ അവിടെ ഇരിക്കും. കണ്ടറിയാം നിനക്ക് എന്താ സംഭവിക്കാതെ. Please subscribe.